ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇന്നാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ട് ഫിഷ് കറിയാണ്, മത്തിക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമ്മൾ മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി. അപ്പം നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ കട്ട് ചെയ്ത് വെക്കുക, ചില്ലിയും കട്ട് ചെയ്ത് വെക്കുക, പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ആക്കി വെക്കുക, മറ്റേതും കട്ട് ചെയ്ത് വെക്കുക. ശേഷം ഒരു ചട്ടി എടുത്തിട്ട്, അതിന് ഫിഷ് കറി വെക്കാനുള്ളൊരു ചട്ടി എടുത്തിട്ട് അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണ അതിനകത്തുള്ളത് കട്ടായി പോയതാണ്. അപ്പോൾ ചട്ടി ചൂടായി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ശേഷം നമ്മൾ ചൂടായി വന്നിട്ടുള്ള വെളിച്ചെണ്ണയിലോട്ടേക്ക് ഉലുവ പൊട്ടിക്കുന്നതിന് ശേഷം നേരത്തെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചോത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചാൽ മുളക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ചുമന്ന് വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുക, നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പുളി ഒരു പാത്രത്തിലോട്ടേക്ക് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക. ശേഷം നമ്മൾ നേരത്തെ തക്കാളി അരച്ച് വെച്ചത് ഈ ചട്ടിയിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം തിളക്കല്ല, ചെറുതായിട്ട് നാകുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഇതിലുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതിലോട്ടേക്ക് വെച്ചെടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ തക്കാളി അരച്ച് അതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചും കണ്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ടേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് മാത്രമേ പറ്റുള്ളൂ, കൂടി പോകരുത്. ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് തിളക്കാൻ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. 1 കിലോ മത്തി യൂസ് ചെയ്യുന്നു. നല്ല നെയ്യുള്ള അത്യാവശ്യം വലിയ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീനൊന്ന് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്ത് വരിക. ശേഷം നമ്മൾ മീൻ ഇട്ടതിന് ശേഷം ഇതിലോട്ടേക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം മീൻ ഉടയാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കസൂരി മേത്തി ഫിഷ് കറിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫിഷ് കറി ആവും. നമ്മുടെ ഫിഷ് കറി ഫിഷൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ലോണം തിളച്ച് റെഡി ആയതിന് വരെ ഒന്ന് തിളച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് പാൽക്കപ്പയുടെ കൂടെയാണ് കോമ്പിനേഷൻ. പാൽക്കപ്പ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.